സ്ക്രീൻ ഷെയർ ചെയ്തേടാ. നമ്മൾ ഏതൊരു എടുത്തെന്ന് നോക്കട്ടെ. കാണാമോ മാം? കാണാം. ഓക്കെ, നമ്മൾ ലൊക്കേറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തല്ലേ? അല്ല, ഇനി കുറച്ചും കൂടെ ലൊക്കേറ്റർ ഉണ്ട്, പക്ഷെ ഇത് മാത്രം മതി എന്നല്ല മാം പറഞ്ഞു. മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, ഈ പറഞ്ഞ ഇത്രയും ഡൗട്ട് ഇല്ലല്ലോടാ, ക്ലിയർ അല്ലേ? ലൊക്കേറ്റേഴ്സ് വരെ ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നേ. നെക്സ്റ്റ് പറയുവാണേ. ഇതോടുകൂടി ഈ എക്സ് പാത്ത് കഴിഞ്ഞപ്പം ലൊക്കേറ്റേഴ്സ് കഴിഞ്ഞു അല്ലേ? ലൊക്കേറ്റേഴ്സ് കംപ്ലീറ്റ് ആയി. യെസ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങളിപ്പോ എന്ത് ചെയ്തു? നിങ്ങൾ എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്തു അല്ലേ? നിങ്ങളൊരു എലമെന്റ് ഐഡന്റിഫൈ ചെയ്യണം ഇപ്പൊ ചെയ്തത്. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം ടെസ്റ്റിംഗ് നടക്കുവോ? നമുക്ക് അവിടെ അതിന് ആ ഒരു എലമെന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടെ സംഭവിക്കണം, വേണ്ടേ? എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ചിത്രത്തിയല്ലോ. ഹായ് ചിത്ര. ഹായ് മാം. ഞാൻ ലേറ്റ് ആയി ചെയ്യുന്നുണ്ടാവില്ല. എന്തോ? ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിക്കുന്നു ജോയിൻ ചെയ്യുന്നുണ്ടാവില്ല. ഇല്ല ഇല്ല, ഇവിടത്തെ കുഞ്ഞ് ഉറക്കാനുള്ള ഭയങ്കര കരച്ചിലവളാ, ഞാൻ അവളുടെ കൂടെ. ഓ, അത് ശരി. ഓക്കെടാ. ഓക്കെ, ഞാൻ പുതിയ ടോപ്പിക്കിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ശരി. അതായത് നമ്മൾ ഇന്നലെ വരെ എന്ത് പഠിച്ചു? നമുക്ക് എങ്ങനെ എലമെന്റ്, ഒരു സ്പെസിഫിക് ആയിട്ട് എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലെ? അതിന് എക്സ്പാത്ത് ഉണ്ട്, പിന്നെ കുറച്ച് എന്താ പറയാ എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സ് അത്ര തന്നെ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾക്കിനി വൺസ് ഇതിനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതായത് നിങ്ങൾ മാനുവലി നിങ്ങളൊരു ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അവിടെ എന്താ ചെയ്യുക? ഓക്കെ, ഞാൻ ഒരു ആപ്ലിക്കേഷൻ എടുത്തു, ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യാൻ നേരം ഞാൻ എൻ്റെ അടുത്ത് പറയാണ് ഈ ഒരു സ്പെസിഫിക് ഫീൽഡ് യൂസർ നെയിം എൻ്റർ ചെയ്യണം. അതാണ് എനിക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അല്ലേ? അപ്പൊ ഞാൻ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഹാഫ് പാർട്ട് ചെയ്തു, സെക്കൻഡ് ഹാഫ് പെൻഡിങ് ആണ്. അതായത് എനിക്ക് ഇതിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും പെൻഡിങ് ആണ് അല്ലേ? അതെ. സോ അങ്ങനെ ഉള്ള ആക്ഷൻസ്, അതായത് ഓരോ എലമെന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ് എലമെന്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. വെബ് എലമെന്റ് കമാൻഡ് അല്ലേ? വെബ് എലമെന്റ് കമാൻഡ്സ് ആർ യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ located elements. Used to interact with the located element. ഒരു മിനിറ്റ് മാം. Is used to interact with the located elements. Okay. കാര്യം ചെയ്തോടാ. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ ചെയ്തു പോവാം. ഇതിലോ അതോ വേറെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോ? കുഴപ്പമില്ല, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. വെബ് എലമെന്റ് കമാൻഡ്സ്, ഹാൻഡിൽ വെബ് എലമെന്റ് കമാൻഡ്സ് എന്നൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോടാ. മാം ബേസിക്സിനകത്ത് ഹാൻഡിൽ വെബ് ബ്രൗസർ വെബ് എലമെന്റ് കമാൻഡ്സ്. പാക്കേജോ ഫയലോ? ഫയൽ അല്ലേ? ഓക്കെ.
വെബ് എലമെന്റ് കമാൻഡ് അല്ലേ? വെബ് എലമെന്റ് കമാൻഡ്. Web- ഞാൻ പറയാം. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തേടാ അവിടെ. വെബ് എലമെന്റ് കമാൻഡ് അല്ലേ? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ക്ലാസ് വെബ് ഈ എലമെന്റ് സെയിം പേരിൽ തന്നെയാണോ മാം അതോ? നെയിം കൊടുത്തോ, ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, പ്രശ്നമില്ല. എന്നിട്ട് നമ്മുടെ ബേസിക് സെലീനിയോ ബേസിക് സെലീനിയത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഇതല്ലായിരുന്നു ബേസിക് മാം ഒന്ന് ഞാൻ നോക്കിക്കോട്ടെ. ഓക്കേടാ. ബേസിക് സെലേനിയം. ഇത് ഇമ്പോർട്ട് ചെയ്യണോ? ഞാൻ ചെയ്തു. അല്ല, നമ്മളിത് ഇമ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിച്ചത് ഞാൻ. ഇമ്പോർട്ട് ചെയ്തോടാ, ബേസിക് സെലീനിയം ഇമ്പോർട്ട് ചെയ്തോ. ഓക്കെ. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേടാ, എല്ലാരും ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേ. വെരിഫൈ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. വെരിഫൈ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തോളൂ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേടാ എല്ലാവരും. എന്താണ് മാം പേര് കൊടുക്കണ്ടേ? ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോ. അങ്ങനെ പറയരുത് മാം, പറ. ഞാൻ തന്നെ പറയണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. വെരിഫൈ വെബ് എലമെന്റ് കമാൻഡ്സ്. നിങ്ങൾ സ്വന്തമായിട്ട് ടെസ്റ്റ് കേസ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു തരൂല്ലേ ടെസ്റ്റ് കേസിന്റെ പേര് എന്താണെന്ന് തന്നെ എഴുതണം. കമാൻഡ്സ് ആണോ മാം? കമാൻഡ്സ് കൊടുത്തോ, ഇഷ്ടമുള്ള പേര് കൊടുത്തോളൂ, അത് മാൻഡേറ്ററി ഒന്നും അല്ല, ഞാൻ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് എറർ അടിക്കണ്ടല്ലോ? നോക്കണോ? എററല്ല, ഒരു കോളം കഴിഞ്ഞിട്ടൊരു റെഡ് അടിക്കുന്നുണ്ട്. എൻ്റർ അടിക്ക്, കോളം കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു. ചിലപ്പോ അതേ കഴിയുമ്പോൾ മാറുമായിരിക്കും. ആയിരിക്കും. ആയിരിക്കണം.
ഒരു സെക്കൻഡ്, ഞാൻ 2 സെൽഫ് ഇട്ടിട്ടുണ്ട് അവിടെ. 2 സെൽഫ് ഉണ്ട്, ഒറ്റ സെൽഫ് മതി. ഓക്കെ. ഇനി നമ്മളുടെ സെയിം URL-ലേക്ക് നാവിഗേറ്റ് ചെയ്തോടാ. ഏതായിരുന്നു മാം? ലൊക്കേറ്റേഴ്സിന് യൂസ് ചെയ്തില്ലായിരുന്നോ? ലൊക്കേറ്റേഴ്സിന് യൂസ് ചെയ്ത സെയിം URL തന്നെ. സെലീനിയം അല്ല, സെലീനിയം capable dot in the input form. browser.get URL, right? URL ഏതാ? ഹാൻഡിൽ ലൊക്കേറ്റേഴ്സിന് സെയിം URL എടുത്തോ. ബൈബിൾ അല്ലേ? qbible.com/ അത്. അയ്യോ, അതെവിടാ? bible.in. .in/ എടാ അതല്ലടാ, അതെന്നാ മുഴുവൻ എടുത്തോ. simpleformdemo.php മുഴുവൻ എടുത്തോ. ഫുൾ എടുക്കാനോ? അത് വേണം അല്ലേ? ഫുൾ എടുത്തോ. ലൊക്കേറ്ററിൽ യൂസ് ചെയ്ത സെയിം URL അങ്ങ് എടുത്തോ. ഡയാന, സുബിത്തി, അജിത്ര ചെയ്യുന്നില്ലടോ അപ്പം? പ്രശ്നമില്ലല്ലോ? ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കണം. URL ഒന്ന് ആക്സസ് ചെയ്തേ. എന്തു മാം? ആ URL ഒന്ന് ഓപ്പൺ ചെയ്തേടാ. ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെയാ? ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മാനുവലി ഓപ്പൺ ചെയ്താൽ മതി. അത് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തോടാ. ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വന്നോളൂ. കൺട്രോൾ പ്രസ് ചെയ്ത URL ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. കൺട്രോൾ പ്രസ് ചെയ്ത URL ക്ലിക്ക് ചെയ്തടാ. ഓക്കെ. അത്രേ ഉള്ളൂ. എനിക്കിതിൽ വേണ്ടത് മെസ്സേജ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിന്റെ ലൊക്കേറ്റർ തന്നെയാണ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത്. ഒരു എക്സ്പാത്ത് എഴുതി നോക്കിക്കേ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക, കൺട്രോൾ F കൊടുക്കുക. എന്താടാ? അല്ല, മറ്റേ കൺട്രോൾ F കൊടുക്കുമ്പോൾ ഫൈൻഡ് ബൈ സ്ട്രിംഗ് സെലക്ടർ അവിടെ എക്സ്പാത്ത് എഴുതിക്കോ. അതിന്റെ എന്നിട്ട് 1/1 കിട്ടുന്നുണ്ടോ നോക്കിക്കേ. അതെങ്ങനെയായിരുന്നു മാം? ചാറ്റിൽ ഇട്ടാരാ കേട്ടോ. സംതിങ് ആണല്ലോ. ഞാൻ അയച്ചുതരാം. ചാറ്റിലാണ്. ടാഗ് നെയിം. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോ എന്ത് വരും? ഇൻപുട്ട് വരും. ടാഗ് നെയിം ഇൻപുട്ട്. ഓക്കെ. നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ID ഉണ്ടെങ്കിൽ മാക്സിമം ID തന്നെ എടുക്കാൻ ട്രൈ ചെയ്യാട്ടോ. ഒരു സെക്കൻഡ് മാം. ഇൻപുട്ട് എന്താണ് പറയുന്നത്? ക്ലിയർ ആവുന്നില്ല, എക്കോ അടിച്ചു പോവാ. ഞാനൊന്നും പറഞ്ഞില്ല മാം. ഓക്കെ. പക്ഷെ എനിക്കിവിടെ ഞാൻ പോയി ഒരിട്ടോടെ സെലക്ട് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തെടുത്തേ. ക്ലോസ് ചെയ്യണ്ട, നിർത്തിയാ മതിയോ സ്ക്രീന്? ഇൻസ്പെക്ട് കൊടുക്ക്. ഓക്കെ, ക്ലോസ് ചെയ്യണ്ട. ഓക്കെ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ആ ടാഗിന് അങ്ങനെ തന്നെ എടുത്തൊരു നോട്ട് പാഡിൽ എവിടെയും പ്ലേസ് ചെയ്തിട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതിന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. സ്ക്വയർ ബ്രാക്കറ്റ്സില് സ്ക്വയർ ബ്രാക്കറ്റ് attribute അല്ലേ? ഇൻപുട്ട് മാം. //input സ്ക്വയർ ബ്രാക്കറ്റില് @id സിംഗിൾ കോട്സില് സിംഗിൾ ഇൻപുട്ട് ഫീൽഡ്. ശരിയാണോ?
1 of 1 കിട്ടിയോ? അത് കിട്ടി. id റെഡിയാണ്. id equal to value and then single input field. Okay. Oh, all right. Single input field. But Mama double quotes വേണ്ടല്ലോ അല്ലേ? ഡബിൾ കോട്സ് വേണ്ട, സിംഗിൾ കോട്സ് കൊടുക്കാം. അത് മതി. ഓക്കെ. Alright. ഇനി എന്താ ഇത് വരാത്തെ? ബ്രാക്കറ്റ് അടയ്ക്കണമല്ലോ. ബ്രാക്കറ്റ് അടക്കി. Alright. വന്നു. വെരി ഗുഡ്. എടുത്തേ, എക്സ്പാത്ത് എടുത്തേ. കോപ്പി പേസ്റ്റ് ചെയ്തു. Okay. കോപ്പി എടുത്തു. കോപ്പി എടുക്കണം. ഓക്കെ. കോപ്പി എടുത്ത് നമ്മുടെ എവിടെ കൊണ്ടുപോയി? അടുത്താണ് അത്. സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞിട്ട് താഴെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെക്കുക. അത് ഇഷ്ടം ഒരു വേരിയബിൾ നെയിം കൊടുത്തോളൂ, അസൈൻ ചെയ്ത് വെച്ചോളൂ. അങ്ങനെ അല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? ഇഷ്ടമുള്ള നെയിം കൊടുത്തോടാ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് എന്ന പേര് കൊടുത്തോ. മെസ്സേജ് ഈക്വൽ ടു ഈ കോഡ്സിനകത്തല്ലേ ഇത്? എങ്ങനെയാ കൊടുക്കുക? സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്. മെസ്സേജ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് browser dot find underscore element ബ്രാക്കറ്റിനകത്ത് ഈ സാധനം കൊടുക്കണം. അങ്ങനെ വെറുതെ കൊടുത്താൽ മതിയോ, അതോ ബ്രാക്കറ്റ്സ് വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ആദ്യം ഡബിൾ കോട്ട്സ് കൊടുക്കണ്ടേ? ഡബിൾ കോട്ട്സ് കൊടുക്കാം. ബൈ ഡോട്ട് എന്താണ് കൊടുക്കേണ്ടത്? ബൈ ഡോട്ട് നമ്മൾ ഏത് ലൊക്കേറ്റർ എടുത്തിരിക്കുന്ന എക്സ്പാത്ത് പേര് എഴുതുക. എക്സ്പാത്ത് ഐഡി അല്ലേ? ബൈ ഡോട്ട് ഐഡി ആണ് എക്സ്പാത്ത് ആണ്. ഏതാ വരിക എന്ന് പറഞ്ഞേടാ. എക്സ്പാത്ത് അണ്ടർസ്കോർ നെയിം ആൻഡ് വാല്യൂ. ബൈ ഡോട്ട് എക്സ്പാത്ത് അത്രേ ഉള്ളൂ. കോമ കൊടുക്കുക. കോമ വാല്യൂ അല്ലേ? മാമ എനിക്ക് ഇവിടെ എറർ അടിക്കണ്ടല്ലോ. ബൈ ഡോട്ട് എക്സ്പാത്ത് ഇങ്ങനെ തന്നെയാണല്ലോ കൊടുത്തേ. കാണിച്ചേ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. മാം ഇതാണോ മെസ്സേജ് ശരിയാണോ? ലോഡിംഗ് ആവുന്നേ ഉള്ളൂ. ബൈ ഇമ്പോർട്ട് ചെയ്താൽ മതി. വന്നില്ലോ. ഏതൊക്കെ വരുമ്പോഴാ മാം ഇമ്പോർട്ട് ആവണേ? ബൈ ആദ്യത്തെ ബൈ ഇമ്പോർട്ട് ചെയ്താൽ മതി. ശരിയാ. ഓക്കെ. നമ്മൾ ഇതിനകത്തൊരു വേരിയബിളായിട്ട് അസൈൻ ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ്സിനകത്ത് എക്സ്പാത്ത് ആണെങ്കിൽ എക്സ്പാത്ത്, ക്ലാസ് ആണെങ്കിൽ ക്ലാസ് അങ്ങനെ കൊടുക്കണം അല്ലേ? ഈ ലൊക്കേറ്റേഴ്സ് ക്ലാസ് ഐ ഡി എന്താന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കണം അല്ലേ? അതെ. നമ്മൾ ഇനി മുന്നോട്ട് കൂടുതലും എക്സ്പാത്ത് ആയിരിക്കില്ലേ മാം യൂസ് ചെയ്യുക? എക്സ്പാത്ത് ആയിരിക്കും യൂസ് ചെയ്യുക. അതെ. ഓക്കെ. ഓക്കെ. ഇനി താഴെ ടൈപ്പ് ചെയ്തേടാ എല്ലാവരും. ഇവിടെ ഒരു ഇവിടെ എന്തോ ഒരു എറർ കാണിച്ചേക്കുന്നേ. ബൈ ഇമ്പോർട്ട് ആയില്ലേ? ബൈ ഇമ്പോർട്ട് ചെയ്തേടാ. ഓക്കെ അല്ലേ? ആയില്ലേ? ശരിയായി.
സുബിറ്റി ഡയാന എത്തിയായിരുന്നോടാ? എത്തി. മാം ഇപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? എക്സിക്യൂട്ട് ചെയ്യാൻ ആവുന്നേ ഉള്ളൂടാ. എക്സിക്യൂട്ട് ചെയ്യാനാകുമ്പോ ഞാൻ പറയാം. ഓക്കെ, താഴെ കൊടുത്തേടാ. ടൈപ്പ് ചെയ്തോളൂ. നെക്സ്റ്റ് മെസ്സേജ് ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് ബ്രാക്കറ്റ്സ് ഡബിൾ കോട്ട്സ് ഇട്ടോളാം. ഡബിൾ കോട്ട്സിൽ എൻ്റർ ചെയ്തോളൂ. എന്തൊരു ഡാറ്റ കൊടുത്തോ അവിടെ? എന്തെങ്കിലും ഡേറ്റയോ? എന്തെങ്കിലും ഡാറ്റ കൊടുത്തോ. നോ ഇഷ്യൂസ്. ഓക്കെ. ഓക്കെ. ഇനി ഹാൻഡിൽ വെബ് എലമെന്റ് കമാൻഡ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വെരിഫൈ വെബ് എലമെന്റ് കമാൻഡ്സിന് ഇൻവോക്ക് ചെയ്യാം. ഇനീഷ്യലൈസ് ബ്രൗസറിന് ഇൻവോക്ക് ചെയ്യാം. അത്രയും ചെയ്തേ. ഹാൻഡിൽ ഹാൻഡിൽ വെബ് എലമെന്റ് കമാൻഡ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേടാ. അതായത് ബേസിക് ഈക്വൽ ടു ഹാൻഡിൽ അതന്നെ. യെസ് യെസ്. പേടിപ്പിക്കരുത്. പേടിപ്പിക്കൂല. ധൈര്യമായിട്ട് ചെയ്തോ. പേടിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ട് ചെയ്തോ. ഹാൻഡിൽ ലൊക്കേറ്റർ അല്ലേ? ഹാൻഡിൽ ലൊക്കേറ്റർ അല്ലടാ, വെബ് എലമെന്റ് കമാൻഡ്സ്. ഓക്കെ. ഹാൻഡിൽ വെബ് എലമെന്റ് കമാൻഡ് ഈക്വൽ ടു വെബ് എലമെന്റ് കമാൻഡ് കൊടുത്തു. എന്നിട്ട് മാം ഇനി ആരെയും വിളിക്കണ്ടേ പറഞ്ഞോ? വെബ് എലമെന്റ് കമാൻഡ് ഡോട്ട് വെരിഫൈ വെബ് എലമെന്റ് കമാൻഡ്സ് ആണോ? ഫംഗ്ഷൻ ആരെ വിളിക്കണം? അല്ല, ഫംഗ്ഷൻ പേരന്റിനെ വിളിക്കണ്ടേ? ആദ്യം പാരന്റിൽ ആരെയെ വിളിക്കണ്ടേ പറഞ്ഞേ? ആക്സസ് ബ്രൗസർ. ഏതായാലും നമ്മൾ കൊടുത്ത ഫംഗ്ഷന്റെ പേര് ആക്സസ് ബ്രൗസർ അല്ലേ? അപ്പം ഹാൻഡിൽ വെബ് എലമെന്റ് കമാൻഡ് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് ഞാൻ ആലോചിക്കുന്നത്. ഇൻഡന്റേഷൻ, ഹെഡർ ഇൻഡന്റേഷൻ എറർ. ഹാൻഡിൽ വെബ് എലമെന്റ് ബേസിക്കിന് തൊട്ട് മുന്നേ ബാക്ക് സ്പേസ് അടിച്ചാൽ അപ്പൊ ശരിയോ? ബേസിക് തൊട്ട് മുന്നേ ബാക്ക് സ്പേസ് അടിക്കും. അതായത് ക്ലാസിന്റെ ലെവലിൽ വന്നിട്ടല്ലേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ബേസിക് എന്തുവായിരുന്നു മാം? ആക്സസ് കമാൻഡ് അല്ലായിരുന്നു? ആക്സസ് ബ്രൗസർ. ബ്രൗസർ, സോറി. വെബ് എലമെന്റ് കമാൻഡ് ഡോട്ട് ആക്സസ് ബ്രൗസർ അല്ലേ മാം? അങ്ങനെയല്ല കൊടുക്കണ്ടേ? അതെ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കണം? ഇനി നമ്മുടെ ഫംഗ്ഷൻ വെരിഫൈ വെബ് എലമെന്റ് കമാൻഡ്സ്. വിളിച്ചോളൂ. നേരിട്ട് വിളിച്ചോ? വിളിച്ച് എക്സിക്യൂട്ട് ചെയ്തോ? സ്ലീപ്പ് വല്ലാത്തും കൊടുക്കണോ? ടൈം ഡോട്ട് സ്ലീപ്പ് ഒരു 5 സെക്കൻഡ്സ് കൊടുത്തോ. എവിടെയാ മാം കൊടുക്കുന്നത്? നെക്സ്റ്റ് ലൈനില് ഡോട്ട് സെൻഡ് കീസ് കഴിഞ്ഞിട്ട്. എവിടെ? മെസ്സേജ് ഡോട്ട് സെൻഡ് കീസ് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനില് മെസ്സേജ് ഡോട്ട് സെൻഡ് കീസ്. ടൈം ഡോട്ട് സ്ലീപ്പ് 5.
എത്ര കൊടുക്കണം? 5 ആണോ? 5 seconds. 5 seconds. എനിക്കൊന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യണോ? ടൈം ഇമ്പോർട്ട് ചെയ്തേടാ ശിഖ. ഫസ്റ്റ് വൺ ആണേ. എന്ന ഡിസ്പ്ലേ ഇത് കണ്ടോ? വന്നു. ഇങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് എന്നല്ല, ഏതൊരു എലമെന്റിലേക്ക് ആണെങ്കിലും ശരി, ഡാറ്റയെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് എലമെന്റ് കമാൻഡ് ഏതാണ്? മെസ്സേജ് ഡോട്ട് സെൻഡ് ഡോട്ട്. മെസ്സേജ് ഡോട്ട് എന്നുള്ള മാറി മാറി വരും. ഏതാന്ന് വെച്ചാ സെൻഡ് കീസ്. ഓക്കെ. അതായത് മാം നമ്മൾ ഏത് ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് അതിനകത്ത് കൊടുക്കുക അല്ലെ? ഡബിൾ കോട്ട്സ് കൊടുക്കുന്നത് അതായിരിക്കും. വാല്യൂ, ഡേറ്റ വാല്യൂ ആയിരിക്കും, ഡേറ്റ ആയിരിക്കും അല്ലേ? അതായത് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന എക്സ്പാത്തിന്റെ വേരിയബിൾ ഡോട്ട് സെൻഡ് കീസ്, സെൻഡ് അണ്ടർസ്കോർ കീസ് ആ മെസ്സേജ് ഡബിൾ കോട്ട്സ്. അതെ ടെസ്റ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ. ഡയാന, ചിത്ര, അതുപോലെ സുബിറ്റി എത്തിയായിരുന്നോടാ? ഇനി അതിൽ തന്നെയുള്ള അതേ സെയിം പേജിലുള്ള ഒരു ബട്ടൺ ഉണ്ട്, ഷോ മെസ്സേജ് എന്നിട്ടൊരു ബട്ടൺ ഉണ്ട് അതില്. സെയിം പേജിലോ? സെയിം പേജിൽ. ആ പേജ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തേടാ. ഷോ മെസ്സേജ് എന്ന ബട്ടൺ ഇല്ലേ? ആ ബട്ടന്റെ എക്സ്പാത്ത് എന്നായിരിക്കേ. അതാ നിങ്ങളോട് ഞാൻ പറഞ്ഞ പ്രൊജക്ട് ആകുമ്പോഴേക്കും നിങ്ങൾ തന്നെ എക്സ്പാത്ത് എഴുതാൻ പഠിക്കൂന്ന്. ഇത് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ടാഗ് നെയിം എന്താ വരുന്നേ? ബട്ടൺ വരും. ബട്ടൺ, കറക്റ്റ്. ബട്ടൺ കൊടുക്കും. ഐഡി ഉണ്ട്, ഇവിടെ ഐഡി ഉണ്ടല്ലോ, ഉണ്ട്. അതിനകത്ത് നമ്മൾ ആ വാല്യൂ കൊടുക്കുക. ബട്ടൺ 1 ആവും. ബട്ടൺ 1. യെസ്. ടൈപ്പ് ചെയ്ത് പോയിക്കോ. ടൈപ്പ് ചെയ്തോളാം. ബട്ടൺ ബട്ടൺ 1 ഓഫ് 1 കിട്ടി. വെരി ഗുഡ്. ഇനി ഇത് കോപ്പി എടുക്കണ്ട മാം? അത് കോപ്പി എടുക്കാം, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. വേറെ ഒന്നും കൊടുക്കണ്ട, ഇതിന്റെ താഴെ ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുത്താൽ മതി. ജസ്റ്റ് വേരിയബിൾ, മെസ്സേജ് ഈക്വൽസ് കൊടുത്തതുപോലെ ഒരു വേരിയബിൾ നെയിം കൊടുത്തോ. എനിക്കൊരു ഡൗട്ട്. ശിഖ, ബട്ടൺ ഇതാണ് വാല്യൂ അല്ലേ? ക്ലാസിന്റെ വാല്യൂ അതാണ്. ക്ലാസിന്റെ വാല്യൂസ് എടുത്ത് നോക്കണമെങ്കിൽ എടുക്കാം. ഐഡി ഉണ്ടെങ്കിൽ മിക്കവാറും ഐഡി ആണ്. ഈ ഐഡി. ഓക്കെ. ബട്ടൺ 1 ഇവിടെ. ഓക്കെ, ബട്ടൺ. രണ്ടെണ്ണം എഴുതുമ്പോഴേക്കും ശരിയാവുന്നുണ്ടല്ലോ. നിങ്ങൾക്കാണോ ബുദ്ധിമുട്ട്? സാധാരണ പിള്ളേർ 5ഉം 6ഉം എക്സ്പാർട്ട് ചെയ്താലും പിന്നെയും കൺഫ്യൂഷനാ. മാം എനിക്ക് ഇവിടെ ഒരു എറർ അടിക്കണ്ടല്ലോ. പറഞ്ഞോ, അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയില്ല. ശിഖ, ഞാനൊന്ന് ഷെയർ ചെയ്യണേ. ചെയ്തോ. ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടോ? വേണ്ട, സ്റ്റോപ്പ് ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം. ഇത് കണ്ടോ, ഞാനൊരു വേരിയബിൾ കൊടുത്തു, ഷോ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടെ. അത് എവിടെയാ കൊടുക്കുന്നേ? ഇവിടെയല്ലേ? ടൈം ഡോട്ട് സ്ലീപ്പിന്റെ മുകളിൽ കൊണ്ട് കൊടുക്കുക. അതെന്താ മാം ഇവിടെ കൊടുത്താൽ എന്താ കുഴപ്പം? നമ്മൾ ഈ ലൈനിൽ തന്നെ ഫംഗ്ഷൻ ക്ലാസ് പുറത്തേക്ക് വന്നില്ലേ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോ മനസ്സിലായി. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിന്റെ പുറത്താണല്ലോ അല്ലെ? ഓക്കെ, മനസ്സിലായി. അല്ല സോറി, ഫംഗ്ഷന്റെ പുറത്താണല്ലോ. ഫംഗ്ഷന്റെ പുറത്ത്, ക്ലാസിന്റെ പുറത്ത്. ശരി തന്നെയാ. ക്ലാസിന് ഇൻഡേഷനിലെന്ന് എഴുതുന്നേ, ക്ലാസിന്റെ പുറത്ത്.
ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ശിഖ ഷെയർ ചെയ്തു. കിട്ടിയോ? കിട്ടിയില്ല മാം, ഒരു സെക്കൻഡ്. ChatGPT ഇത് നിങ്ങളെ പണിയെടുക്കാൻ സമ്മതിക്കൂല കേട്ടോ. പൈച്ചാമ് സകലം നിങ്ങൾക്ക് തന്നെ തന്നിട്ടേ പണിയെടുക്കാൻ സമ്മതിക്കൂല പൈച്ചാമ് നിങ്ങളെ. മാം ഒരു സംശയം ചോദിച്ചിട്ട്, ഇൻ കേസ് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു എക്സ്പാത്ത് എഴുതുക എന്ന് പറയാന്ന് വിചാരിക്കുക. എക്സ്പാർട്ട് എഴുതാൻ പറയില്ല, ലൊക്കേറ്റ് ചെയ്യാനേ പറയത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഓക്കെ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ പൈറ്റാമ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലെ? സമ്മതിക്കൂല ഇന്റർവ്യൂസിൽ. പൈച്ചാമ ഇന്റർവ്യൂസിൽ പ്രൊമോട്ട് ചെയ്യില്ല. അവര് വയ്ക്കാതെ നോട്ട് പാഡിൽ എഴുതാൻ പറയുമായിരിക്കും. നോട്ട് പാഡിൽ എഴുതാനേ പറയത്തുള്ളൂ അവര്. അല്ലാണ്ട് അവര് പൈച്ചാമിൽ അവർക്ക് തന്നെ അറിയാം സജഷൻസ് വരുമെന്ന്. ശശിയാവും, അപ്പൊ സത്യവും ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് എഴുതിക്കുന്നത്. അല്ലെങ്കിൽ സജഷൻസ് വരെ ബുദ്ധിമുട്ടില്ല നമുക്ക്. മെസ്സേജ് ഓക്കെ, അത് കുഴപ്പമില്ലടാ. നീ എന്താ മാം ചെയ്യണ്ടേ? നീ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ? അത് നോക്കണ്ടടാ, അതൊരു വാണിംഗ് മെസ്സേജ്, അതൊന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ ശരിയാവും. ഓക്കെ മാം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോ ഈ ഷോ മെസ്സേജ് എന്ന് റിന്റൂനകത്ത് കണ്ട, പക്ഷെ നമ്മൾ അതിനകത്തെ ആ ബട്ടന്റെ വാല്യൂ ആണോ, ബട്ടന്റെ ആ ഇതെടുത്താ മതിയോ? അതാണല്ലോ ഈ ഷോ മെസ്സേജ് എന്ന് പറയുന്നത്. ഷോ മെസ്സേജ് ഞാൻ വേരിയബിളിലേക്ക് നമ്മൾ നമുക്ക് ആ വേരിയബിളിന്റെ നെയിം കൊടുക്കാൻ പറ്റുന്നത് അതാണോ എന്ന് ഞാൻ ചോദിക്കുക. അത് സെയിം നെയിം ആണെന്ന് നിർബന്ധമൊന്നുമില്ലടാ. അല്ല, പക്ഷെ ആ സെയിം നെയിം കൊടുത്തോണ്ട് കുഴപ്പമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല, സെയിം നെയിം കൊടുത്തോണ്ട് കുഴപ്പമില്ല. അതപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ഇരുന്ന കോഡ് നിങ്ങൾക്ക് പിന്നെ, അതായത് നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത് എന്താ കാര്യം. അപ്പം ഈ ഷോ മെസ്സേജ് എന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പിന്നെ മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് ഷോ മെസ്സേജ് ബട്ടൺ ആയിരുന്നു. ഐഡിയ കിട്ടാൻ എളുപ്പത്തിന് അതാണ്. ഒരു മിനിറ്റ് എനിക്ക് തരുമോ? തരാലോ. മെസ്സേജിനകത്ത് നമ്മളിപ്പോ ബട്ടന്റെ എക്സ്പാത്ത് എഴുതി. ഇനി അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണം അല്ലേ? അപ്പൊ ക്ലിക്ക് ചെയ്യാനുള്ള സാധനം കൊടുക്കണ്ടേ? ക്ലിക്ക് ചെയ്യാനുള്ള സാധനം കൊടുക്കണം. പറയാം, ശ്രീകണ്ഠൻ എത്തട്ടെ. ഓക്കെ. ഡയാന, സുബിറ്റി, അജിത്ര എത്തിയോടാ? കുഴപ്പമില്ലടാ. നമ്മള് എലമെന്റിലേക്ക് ഡാറ്റയെ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാടാ ഒന്ന് പറഞ്ഞേ. സുബിറ്റി, ഡയാന, അജിത്ര ഒന്ന് പറഞ്ഞേടാ. എന്താ മാം? ഒരു എലമെന്റിലേക്ക് ഡാറ്റയെ എന്റർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് എലമെന്റ് കമാൻഡ് ഏതാ? ഒരു എലമെന്റിന്റെ സെൻഡ് അണ്ടർസ്കോർ കീസ്. സെൻഡ് അണ്ടർസ്കോർ കീസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സെൻഡ് അണ്ടർസ്കോർ കീസ്. ഓക്കെ. ഞാൻ ബാക്കാം മാം. ഇതിനകത്ത് നമുക്കപ്പം ഡേറ്റ സെൻഡ് ചെയ്യുമല്ലോ, ക്ലിക്ക് ചെയ്യല്ലേ വേണ്ടത്? ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ കൊടുക്കേണ്ട ഫംഗ്ഷൻ ആണ് ക്ലിക്ക് ഡോട്ട് ക്ലിക്ക്. എങ്ങനെ കൊടുക്കും? ഷോ മെസ്സേജ് ഡോട്ട് ക്ലിക്ക്. ഷോ മെസ്സേജ് ഡോട്ട് ക്ലിക്ക് എൻ്റർ ചെയ്തോ, ടൈപ്പ് ചെയ്യാം. ദേ വന്നു മാം. ഓക്കെ, വന്നു. അതല്ല ഞാൻ പറഞ്ഞ പൈച്ചാം നിങ്ങളെ പണിയെടുക്കാൻ സമ്മതിക്കൂലെന്ന്. ടൈം ഡോട്ട് സ്ലീപ്പിനെ താഴേക്ക് ഇട്ടേടാ, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ടൈം ഡോട്ട് സ്ലീപ്പിനെ കട്ട് ചെയ്തിട്ട് താഴെ പേസ്റ്റ് ചെയ്തോ. ടൈം ഡോട്ട് സ്ലീപ്പ്. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചെയ്തു.
ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യട്ടെ. എക്സിക്യൂട്ട് ചെയ്തോ. ഇപ്പൊ ക്ലിക്കോ നൗ ഷോ ഹായ്. ആ ഓക്കെ, കിട്ടി മാം. കിട്ടി അല്ലേ? Okay. നിങ്ങളിപ്പോ രണ്ട് കാര്യങ്ങളാണ് ആദ്യം പഠിച്ചത്. എങ്ങനെ ഒരു ഡാറ്റയെ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ ഒരു ഡാറ്റ ഒരു ബട്ടൺ അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. ഈ രണ്ട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. ഓക്കെ. ഇനി അടുത്തത് എനിക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ അവിടെ ടൈപ്പ് ചെയ്തപ്പോ യുവർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് വന്നായിരുന്നു ഇല്ലേ? എനിക്ക് ആ ടെക്സ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്ന് വിചാരിക്കുക എവിടെ? കൺസോളില്. നമ്മുടെ കൺസോളില്. നമ്മുടെ കൺസോളിൽ എനിക്ക് പ്രിന്റ് ചെയ്ത് കാണണം. അതായത് നമ്മൾ എൻട്രി ചെയ്ത് ആ ഡേറ്റ, ടെസ്റ്റ് ഡേറ്റ നമുക്ക് ഇവിടെ കൺസോളിൽ ഡിസ്പ്ലേ ചെയ്യും. അതായത് ഒരു ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എലമെന്റിലുള്ള ടെക്സ്റ്റിനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ റിട്രീവ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റ് നമ്മളിപ്പോ അവിടെ ഷോ മെസ്സേജ് എന്ന് ക്ലിക്ക് ചെയ്തപ്പോ നമുക്ക് അവിടെ താഴെ യുവർ മെസ്സേജ് കോളൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് വന്നായിരുന്നു, കണ്ടോ? കണ്ടായിരുന്നു. എനിക്കിനി വേണ്ടത് ആ യുവർ മെസ്സേജ് കോളൻ എന്താണ് എൻട്രി ചെയ്ത ടെക്സ്റ്റ്, എനിക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണണം. പക്ഷെ അത് വന്നായിരുന്നല്ലോ. അവിടെ വന്നു, എനിക്ക് കൺസോളിലേക്ക് എടുക്കണം അല്ലെങ്കിൽ റിട്രീവ് ചെയ്യണം. മനസ്സിലായോ? യുഐയിൽ വന്നു. എനിക്കിനി എന്ത് ചെയ്യണം? എന്റെ കൺസോളിലേക്ക് അല്ലെങ്കിൽ എന്റെ ടെസ്റ്റ് കേസിലേക്ക് എനിക്ക് അതിനെ കൊണ്ടുവരണം. മനസ്സിലായടാ? അങ്ങനൊക്കെ എന്തിനാ ചെയ്യേണ്ടി വരുന്നേ? അത് നമ്മൾക്ക് അസേർഷൻസ് എന്നൊരു ടോപ്പിക് വരും. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കേസ് തരുവാണ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് എന്ന് വെച്ചോളൂ. ആ ടെസ്റ്റ് കേസ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാല്, ഒരു സെറ്റ് ഓഫ് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റർ ദി ഡാറ്റ ഇൻ ദ യൂസർ നെയിം ഫീൽഡ് ആൻഡ് പാസ്വേഡ് ഫീൽഡ് ആൻഡ് ക്ലിക്ക് ഓൺ ദ സൈൻ ഇൻ ബട്ടൺ. ഇത്രയാണ് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ്. ഓക്കെ, ലെറ്റ്സ് സേ ഇത് ലോഗിൻ ചെയ്യുന്ന സമയം ഈ സൈൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പോപ്പപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വരുന്നുണ്ട്. സോ എനിക്ക് അതിന്റെ തൊട്ടിപ്പുറത്തൊരു ഞാൻ നിങ്ങൾക്ക് തരുന്നതിൽ തൊട്ടിപ്പുറത്തൊരു കോളം ഉണ്ട്, സേയിങ് ദാറ്റ് എക്സ്പെക്ടഡ് റിസൾട്ട്. ഓക്കെ, പറയാവോ? അതായത് നിങ്ങൾക്ക് പൊതുവെ ഒരു ടെസ്റ്റ് കേസ് തരുമ്പോൾ റെപ്ലിക്കേഷൻ സ്റ്റെപ്സും ഉണ്ടാവും, അതുപോലെ എക്സ്പെക്ടഡ് റിസൾട്ട്സും അതിലുണ്ടായിരിക്കും. അതായത് ടെസ്റ്റ് സ്റ്റെപ്സും എക്സ്പെക്ടഡ് റിസൾട്ടും ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ ഡോട്ട് ക്ലിക്ക് അല്ലെങ്കിൽ ഡോട്ട് സെൻഡ് കീസ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് എഴുതും. വൺസ് അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് തരുന്ന എക്സ്പെക്ടഡ് ബിഹേവിയർ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സേ ആ കണ്ടീഷൻ എന്ന് വെച്ചാല് a text called logged in successfully should come up. എനിക്ക് ആ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളോട് മാനുവലി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ പോയി മാനുവലി ചെക്ക് ചെയ്യും, റിപ്പോർട്ട് കൊടുക്കും അല്ലേ? അതെ. ഇത് കമ്മിങ് ടു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം അല്ലേ ഇതുവരെ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ സിസ്റ്റം റിട്രീവ് ചെയ്യണ്ടേ ആ ഡാറ്റയെ? റിട്രീവ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. റിട്രീവ് ചെയ്തിട്ട് ആ ഡാറ്റ ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ കമ്പാരിസണിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റിനെല്ലാം റിട്രീവ് ചെയ്യുക. അത് വൺസ് പ്രൊജക്റ്റിലേക്ക് കിടക്കുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഈ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, താഴെ കൊടുത്തോളൂ. ഇനി അടുത്തൊരു എക്സ്പാത്ത് എഴുതാം നമുക്ക്. യുവർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്ലേടാ, എലമെന്റ് ഇല്ലേടാ, എലമെന്റിന് വേണ്ടിയിട്ട് URL ആക്സസ് ചെയ്തേ, URL എടുത്തേ.
അതിൽ യുവർ മെസ്സേജ് അതിനെ ഇൻസ്പെക്ട് ചെയ്യാം, എക്സ്പാത്ത് എഴുതാം. മാം ഈ ഇതിന് ഫുൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യണോ? നിർബന്ധമില്ല, just- എങ്ങനെ വേണേ ചെയ്യാം. ഓക്കെ. ഇവിടെ ചെയ്തിട്ട് എക്സ്പാത്ത് എടുക്കുക. അതെ, ഇവിടെ ആദ്യം നോട്ട് ചെയ്ത് വെച്ചോ. ടാഗ് നെയിം എന്താണ്, ആട്രിബ്യൂട്ട് ID എന്താ, ആട്രിബ്യൂട്ട് എന്താണ്, ആട്രിബ്യൂട്ട് വാല്യൂ എന്താണ്. ആട്രിബ്യൂട്ട് ID വാല്യൂ എന്ന് പറഞ്ഞ മെസ്സേജ് വാല്യൂ അല്ലേ? മെസ്സേജ് എഴുതിക്കോളൂ, എക്സ്പാത്ത് എഴുതിക്കോളൂ. പോയി മാം, പോയി. പോയോ? div മാം എന്റെ പോയല്ലോ മാം. ഒരു വട്ടം കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യടാ. അപ്പൊ ഇല്ല, എനിക്ക് അതേ പോയി. അതെന്തായിരുന്നു? ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്തോ, അപ്പൊ കിട്ടും. ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്തോ. ഓക്കെ. എല്ലാവർക്കും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂ തന്നെ അത്. ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചോടാ ശിഖ. ഓക്കെ. ആക്ച്വലി അത് എൻ്റെറിൽ എടുത്തു, എന്നാലും കുഴപ്പമില്ല. കൺട്രോൾ എന്താ മാം, എനിക്കത് വരുന്നില്ലല്ലോ, അത് നിക്കുന്നില്ല മാം. അത് ടൈപ്പ് ചെയ്ത് പോകുന്നതനുസരിച്ച് നീങ്ങി പോവും. അതാ പറഞ്ഞത്, ആട്രിബ്യൂട്ടും വാല്യൂവിനെയും കോപ്പി എടുത്തോന്ന്. ID ഈക്വൽസ് മെസ്സേജ് കൊണ്ടല്ലേ വേണ്ടേ? അപ്പൊ div എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ID ഈക്വൽസ് മെസ്സേജ് വരും. അതെ, കിട്ടി മാം. എടുത്തോളൂ. മാം ഞാനൊന്ന് എഴുതിക്കോട്ടെ. എടുത്തോ. ഡയാന, സുബിറ്റി, അജിത്ര കുഴപ്പമില്ലല്ലോ അല്ലേ? കാരണം ഇത് നമുക്ക് ടൈം സ്ലിപ്പിന് മുകളിൽ കൊടുക്കടാ. ഓക്കെ. ക്ലിക്ക് കഴിഞ്ഞു കൊടുത്തു. ഇവിടെ അല്ലേ? ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോ, എക്സ്പാത്ത് എഴുതിക്കോ. അവിടുത്തെ ഇതെന്തുവായിരുന്നു മാം? ഷോ മെസ്സേജ് തന്നെയല്ലായിരുന്നു? പറ്റത്തില്ലായിരിക്കും, ഇവിടെ വേറെ എടുക്കണം. വേറൊരു പേര് കൊടുത്തോടാ. യുവർ മെസ്സേജിന് എങ്ങാനും പേര് കൊടുത്തോ. എന്തോ യുവർ മെസ്സേജ്. മാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്നിട്ട് എന്താ ചെയ്യണ്ടേ പറഞ്ഞേ? ലൊക്കേറ്റർ എഴുതിയായിരുന്നോ? മറ്റേ എക്സ്പാത്ത് ഞാൻ എടുത്തു. അത് എടുത്തു. ഫൈൻഡ് എലിമെന്റ് എഴുതിയോ? ഒരു എലമെന്റിനകത്തായിട്ട് നമ്മൾ കൊടുക്കുവാണ്, അല്ല ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുവാണ്. യുവർ മെസ്സേജ് ഈക്വൽസ് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ്പാത്ത് കൊടുത്തേച്ച് പാത്തില് ഓക്കെ. യുവർ മെസ്സേജ് ഓക്കെ ചെയ്തു മാം. ചെയ്തു. ബാക്കിയുള്ളവരെത്തിട്ടെ. സുബിറ്റി, അജിത്ര, ഡയാന കിട്ടിയില്ലേ? സിന്ധുവിന് കിട്ടിയോടാ? കിട്ടിയടാ. അല്ല, കിട്ടി മിസ്. ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. പ്രിന്റ് ഞാൻ എന്റെ താഴെയാ? താഴെ. പ്രിന്റ് സജഷൻ വന്നു. യുവർ മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാം, ഇവിടെ നമുക്ക് ആ മെസ്സേജ് ഡോട്ട് സെൻഡ് കീസ് കൊടുത്താൽ എന്താ കുഴപ്പം? വരത്തില്ല അല്ലേ? അത് നമുക്ക് അവിടെ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ലല്ലോ. അതൊരു ജസ്റ്റ് ഒരു div ആണ്, അതായത് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണത്. സെൻഡ് കീസ് എപ്പോഴും വർക്ക് ആവുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വെബ് എലമെന്റ്സ് മാത്രമായിരിക്കും. അതായത് നമ്മള് സിസ്റ്റത്തിന് കൊടുക്കുക. ഇതിപ്പം അവിടെ ഉള്ളതിനെ റിട്രീവ് ചെയ്യാണ് ചെയ്യുന്നത്. സെൻഡ് കീസ് അങ്ങോട്ട് കൊടുക്കുന്നു, ഡോട്ട് ടെക്സ്റ്റ് ഇങ്ങോട്ട് എടുക്കുന്നു. എക്സിക്യൂട്ട് ചെയ്ത് നോക്കോളൂ.
ക്ലിക്ക് ആവട്ടെ. ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഹായ് കാണിച്ചു. ആയി വന്നു. ഇനി ഇനി ആദ്യം വൈറ്റ് ഒന്ന് ഹായ്. നോക്കിക്കേ. വന്നു മാം. പ്രിന്റ് അല്ലേ? ചെയ്തു. ക്ലിയർ ആണോ? എറർ കാണിക്കുന്നു. എനിക്ക് വന്നില്ല. എറർ ഉണ്ടോ? അല്ല, ഇവിടെ മെസ്സേജ് കാണിച്ചു. വന്നു. കറക്റ്റ്. ഡയാന, സുബിറ്റി, അജിത്ര വന്നായിരുന്നോടാ? വന്നു മാം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു 2 ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഒരു എലമെന്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു എലമെന്റ് ഇനേബിൾഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ. ഒരു എലമെന്റ് എവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ടോ യുഐയിൽ ഓക്കെ. ഒരു സ്പെസിഫിക് എലമെന്റ് യുഐയിൽ ഡിസ്പ്ലേഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കൂ. To display element in UA or To check if an element is displayed, is displayed or not. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈസ് ഡിസ്പ്ലേഡ്. function name is എന്താണ് മാം? is displayed അല്ലേ? ഈസ് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടോ മാം? ഈസ് കഴിഞ്ഞ സ്പേസ് ഇല്ല, സിംഗിൾ വേർഡ് ആണ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടണം അല്ലേ? ഓക്കെ. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്തോളൂടാ. ഒരു സെക്കൻഡ് മാം. എന്തോ പ്രിന്റ് യുവർ മെസ്സേജ് dot is displayed. ഈസ് അണ്ടർസ്കോർ ഉണ്ടോ? is underscore displayed കൊടുത്തോ. is underscore displayed കൊടുക്കുക. അപ്പം ഈസ് അണ്ടർസ്കോർ ഡിസ്പ്ലേഡ് എന്നാണോ അതിന്റെ കൊടുക്കൂ. അത് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. ഈസ് അണ്ടർസ്കോർ ഡിസ്പ്ലേഡ് കൊടുക്കൂ. എക്സിക്യൂട്ട് ചെയ്യും. ഇനി എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്തു. ഈസ് അണ്ടർസ്കോർ ഡിസ്പ്ലേഡ് ആണ് കേട്ടോ. നോക്കിക്കേടാ, ഈസ് ഡിസ്പ്ലേഡ് ട്രൂ റിട്ടേൺ ചെയ്തല്ലേ? ട്രൂ. അപ്പം അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് മീനിങ്. ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇതേപോലെ ഈസ് അണ്ടർസ്കോർ ഇനേബിൾഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അതായത് ബോക്സ് എനേബിൾ ആണോ, എലിമെന്റ് എനേബിൾ ആണോ അല്ലയോ എന്ന്. അതെ. ഒന്ന് ഇതേ സെയിം യുവർ മെസ്സേജ് ആണ് ഈസ് ഇനേബിൾഡ് ചെക്ക് ചെയ്ത് നോക്കിക്കേ. മെസ്സേജ് ഡോട്ട് അല്ല dot is underscore enabled function bracket. Okay. അപ്പൊ അത് ട്രൂ ഫോൾസോ റിട്രീവ് ചെയ്യോ? ട്രൂ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഈസ് അണ്ടർസ്കോർ ഇനേബിൾഡ് കൊടുക്കുമ്പോൾ അതും അതുപോലെ ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇനേബിൾഡ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഗ്രേഡ് ഔട്ട് ആയിട്ടുള്ള ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇവിടെ ട്രൂ ഡിസ്പ്ലേ ചെയ്തു, എനിക്കത് മനസ്സിലായില്ല. ഈസ് ഡോട്ട് എനേബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മാം ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെക്ക് ബോക്സ് എനേബിൾ ആണോ ഇല്ലയോ എന്നല്ലേ നോക്കണേ, അതോ ബട്ടൺ എനേബിൾ? നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള യുവർ മെസ്സേജ് അല്ലേ, യുവർ മെസ്സേജ് എനേബിൾഡ് ആയിട്ടുണ്ടോന്ന്
യുവർ മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കൊടുത്താ പോരെ? യുവർ മാം ഏതെങ്കിലും ഒന്ന് കൊടുത്താ പോരെ? മതി ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഞാനതൊരു ഡെമോക്ക് വേണ്ടി രണ്ടും പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കിപ്പോ ഇവിടെ യുവർ മെസ്സേജിന്റെ വെച്ചാൽ നമ്മളിപ്പം ഇത് നോക്കിയേക്കുന്നത് അത് എനേബിൾ ആയോന്നാ അല്ലേ? അപ്പൊ എനിക്ക് വേറൊരു എലമെന്റ് ആണ് വേണമെങ്കിൽ അത് സെൽഫ് ബ്രൗസർ ഫൈൻഡ് അതിന്റെ എക്സ്പാത്ത് ലൊക്കേറ്റ് ചെയ്ത് അത് ഡോട്ട് ഈസ് എനേബിൾഡ് ചെക്ക് ചെയ്യണം. ഓക്കെ, മനസ്സിലായടാ? മനസ്സിലായി. ഓക്കെ, നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് എങ്ങനെയാണ്? ഒറ്റൊരു എങ്ങനെയാണ് സെൻഡ് അണ്ടർസ്കോർ കീസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു സ്പെസിഫിക് എലമെന്റിലേക്ക് ഡാറ്റയെ സെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ, ടെക്സ്റ്റ് റിട്രീവ് ചെയ്യാൻ, ഡിസ്പ്ലേഡ് ആയിട്ടുണ്ടോ നോക്കാൻ, അല്ലെങ്കിൽ ഇനേബിൾഡ് ആയിട്ടുണ്ടോ നോക്കാൻ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ വെബ് എലമെന്റിന്റെ കമാൻഡ്സ്. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ബിക്കോസ് നിങ്ങൾ പ്രൊജക്റ്റിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ കമാൻഡുകൾ. ഓക്കെ, ശരി. ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ മാം ഒരു സെക്കൻഡ്, ഈ എക്സ്പാത്ത് അല്ലാതെ നമുക്ക് ഐ ഡി യൂസ് ചെയ്ത് എഴുതാം. ഞാൻ എക്സ്പാത്ത് നിങ്ങളെ കൊണ്ട് എഴുതിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സിന്റാക്സിനോട് തറോനെസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിക്കുന്നത്. നിങ്ങൾക്ക് ബൈ ഡോട്ട് ഐ ഡി എഴുതിയാലും കിട്ടും, ബൈ ഡോട്ട് ക്ലാസ് നെയിം എഴുതിയാൽ കിട്ടും, എല്ലാത്തിനും ഔട്ട്പുട്ട് കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായടാ? Okay, ma'am. Thank you. Thank you, ma'am.